ഹായ് വരെ നമ്മളെല്ലാവരും വിഷു എന്ന് പറയുന്നത് അത്രയും പവിത്രമായിട്ടുള്ള ഒരു ആഘോഷമായിട്ടാണ് എപ്പോഴും കാണുന്നത്. അന്നും ഇന്നും എന്നും എപ്പോഴും. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ അതിനെ മാർക്കറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു ഹോട്ടലുകാർ കൃഷ്ണൻ മന്തി കഴിക്കുന്ന, അതായത് ചിക്കൻ മന്തി കഴിക്കുന്നൊരു പിക്ചർ മാർക്കറ്റിംഗ് ആയിട്ട്, അതൊരു പരസ്യമായിട്ട് കൊടുത്തിട്ട്, അപ്പോൾ എന്ന് വെച്ചാൽ എനിക്കത് കണ്ടപ്പോഴെന്ന് വെച്ചാൽ ഞാൻ ആ വീഡിയോ ഇടണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചത്. പക്ഷേ വെച്ചാൽ മറന്നുപോയി. അതിൻ്റെ ഇടക്കാണ് ഈ ഒരു ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതിന് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ള മതത്തിനെ പിന്നെ എന്താ പറയണ്ടേ, ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലാണ് എല്ലാവരും പോകുന്നത്. പക്ഷേ നമ്മുടെ ഹിന്ദു മതത്തിൻ്റെ ദൈവങ്ങളെക്കുറിച്ചിട്ടും ഒരുപാട് ട്രോളുകൾ ഇറങ്ങുന്നത്. കാരണം വെച്ചാൽ നമ്മൾ ആരും ഒന്നിനും പോകുന്നില്ല. പക്ഷെ എന്നാലും നമ്മളെ ദൈവങ്ങൾ, നമ്മൾ ആരാധിക്കുന്ന ഓരോ ദൈവങ്ങളിലും ഇവർ ഓരോ അന്ധവിശ്വാസങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചേൽപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് സംശയം. കാരണം വെച്ചാൽ അത്രയും അവരുടെ ഒരു നോൺ വെജ് ആ കൃഷ്ണൻ കഴിക്കുന്ന ഒരു ഫോട്ടോ, നമ്മൾ അവരുടെ മതത്തിനെ കുറിച്ചിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ, ഒന്നും ഇതാക്കിയിട്ട് പറയുന്നില്ല. നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ വേറൊരു മതത്തിനെ കുറിച്ചിട്ട് നമ്മൾ മോശം രീതിയിൽ പിന്നെ ചിത്രീകരിച്ച? എവിടെയും കണ്ടില്ലല്ലോ. അത് ഈ കേരളത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ കാണുന്നത്. അതും അത്രയും നല്ലൊരു പിന്നെ വിഷുവായിട്ട് തന്നെയുള്ള ആ ഒരു ഫോട്ടോന് ഈ മന്തി കഴിക്കുന്നതൊക്കെ ഇപ്പോൾ AI പലതും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ. ഞാനിപ്പം എന്താ പറയുക, ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കഴിക്കാതെ തന്നെ കഴിക്കുന്നതാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു AI ആർട്ട് വെച്ചിട്ട് പിന്നെ കന്നം തിരിവ് കാണിക്കുമെന്ന് പറഞ്ഞാൽ ഇതിലും വലിയ ചെറ്റത്ര എവിടെയാണ് കാണുന്നത്? ഇവിടെ മാത്രമല്ലേ കാണൂ. അതാണ് പറഞ്ഞത്. ഇപ്പം നമ്മളെ മതത്തിനെ കുറിച്ചിട്ട് ട്രോൾ ചെയ്യാൻ പലർക്കും ഭയങ്കരമായിട്ടുള്ള ഒരു എന്താണ്, എന്തോ ഒരു ഉല്ലാസം പോലെയാണ്. പക്ഷേ എന്ന് വെച്ചാൽ ഈ ഒരു വിഷുവിന് വെച്ചാൽ അത്രയും മനസ്സിന് വിഷമിക്കുന്നൊരു പിന്നെ ആ ഫോട്ടോ ആണ് ഞാൻ പിന്നെ നോക്കിയാൽ കണ്ടത്. അത് ഞാൻ ഇടാത്തതാണ്. ഈ ഫോട്ടോയിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ ആ ഫോട്ടോ ഇടുന്നില്ല. കാരണം വെച്ചാൽ വല്ലാത്തൊരു വിഷമം തോന്നുന്നു. നിങ്ങൾക്കായാലും തോന്നില്ലേ? എന്തൊരു അറുപൂർവം പരിപാടിയാണ്. അത്രയും നല്ല ഒരു പിന്നെ പവിത്രമാർന്ന ഒരു പിക്ചർ ഇങ്ങനെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഗുരുവായൂരും പോയിട്ട് ഇതേപോലെയുള്ള ഓരോ പരിപാടി ചെയ്യുന്നു. ഗുരുവായൂരുള്ളവരെന്നാ ചെയ്തിന്? ഒന്നും ചെയ്തിട്ടില്ലല്ലോ. വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ഇറങ്ങിത്തിരിക്കും. സത്യം പറഞ്ഞാൽ ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ വളരെ ഒരു എന്താ പറയണ്ടേ, മോശമായിട്ടുള്ള പരിപാടിയാണ്. കാരണം വെച്ചാൽ മാർക്കറ്റ് ചെയ്യാൻ ഇവർക്ക് എന്തൊക്കെയുണ്ട്, വിഷു ആശംസകളൊക്കെ നേർന്നിട്ട് കൊടുത്താൽ പോരെ? അങ്ങനെ ചെയ്താൽ പോരെ? ഇത് കൃഷ്ണനെയും വെച്ചിട്ട് നമ്മുടെ ദൈവങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മുടെ മോശം രീതിക്ക് ചിത്രീകരിക്കുക. എവിടെയെങ്കിലും നോൺ വെജ് കൃഷ്ണൻ്റെ അടുത്ത് വെച്ചിട്ട് ചെയ്തിട്ട് എവിടെയും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. കാരണം വെച്ചാൽ അവരുടെ മതത്തിനെ തൊട്ടിട്ട് ആരും കളിക്കുന്നില്ല. അവർ എന്താ പറയണ്ട, ഫോട്ടോ വെച്ചിട്ടോ ഇതാക്കിയിട്ടോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ അവർ മറ്റുള്ളവരൊക്കെ നമ്മളെ ഈ ഒരു മതത്തിനെ ഇതെന്ന് പറയേണ്ട മോശം രീതിക്ക് ചിത്രീകരിക്കുന്നത് സത്യം. ഇത് മനഃപൂർവ്വം ചെയ്ത പോലെ തന്നെ തോന്നുന്നുണ്ട്. കാരണം എല്ലാവർക്കും മനസ്സിലായതിനു ശേഷം അതിൻ്റെ പേരിൽ കേസും കാര്യങ്ങളൊക്കെ വന്നു. ഇനി ഇതൊരിക്കലും ആവർത്തിക്കാൻ പാടില്ല. കാരണം അത്രയും പവിത്രമായ ഒരു ആഘോഷമാണ് വിഷു. അപ്പോൾ അതിന് മാർക്കറ്റ്